മഞ്ഞു മൂടിയ ദേവികുളത്തെ ആ ചെറിയ വഴിയോരത്ത് രാമേട്ടന്റെ ചായക്കടയിൽ നിന്നും ആവി പറക്കുന്ന ചായയുടെ സുഗന്ധം ഉയരുന്നുണ്ടായിരുന്നു. 50 വർഷത്തിലധികമായി ആ മണ്ണിലെ വിയർപ്പൊഴുകി ജീവിക്കുന്ന വൃദ്ധനാണ് രാമേട്ടൻ. ചുളിവ് വീണ ആ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നത് ആ വാർദ്ധക്യം കൊണ്ടായിരുന്നില്ല, മുന്നിൽ നിൽക്കുന്ന മനുഷ്യരുടെ ക്രൂരത ഓർത്തായിരുന്നു. അങ്ങോട്ടേക്കാണ് ദേവികുളം പോലീസ് സ്റ്റേഷനിലെ SI വിക്രവും സംഘവും നടന്നു വന്നത്. വണ്ടിയിൽ നിന്നിറങ്ങിയപ്പോൾ തന്നെ വിക്രമിന്റെ മുഖത്ത് അധികാരത്തിന്റെ ഹുങ്കും അഹങ്കാരവും നിറഞ്ഞു നിന്നിരുന്നു. എന്താ രാമേട്ടാ, ഈ മാസത്തെ തുക ഇതുവരെ സ്റ്റേഷനിലെത്തിയില്ലല്ലോ? നമ്മൾ തമ്മിലുള്ള കാര്യമൊക്കെ മറന്നുപോയോ? വിക്രം മീശ പിരിച്ചുകൊണ്ട് ചോദിച്ചു. രാമേട്ടൻ കൈകൾ കൂപ്പി കണ്ണീരോടെ അപേക്ഷിച്ചു. സാറേ, കടയിൽ കച്ചവടം വളരെ കുറവാണ്. കഴിഞ്ഞ മാസം 3000 രൂപ തന്നെ കടം വാങ്ങിയാ തന്നത്. ഈ മാസം ഒന്നുമില്ല സാറേ. 3000 രൂപയോ? അത് പഴയ കഥ. വിക്രം രാമേട്ടന്റെ നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടി ശാസിച്ചു. ഇനി മുതൽ മാസം 5000 രൂപ തരണം. പണം തരാൻ നിനക്ക് സൗകര്യമില്ലെങ്കിൽ ഈ കട ഇവിടെ ഉണ്ടാവില്ല. എടാ, തകർക്കടാ ആ സാധനങ്ങളൊക്കെ. കൂടെയുള്ള പോലീസുകാർ കടയിലെ മേശയും ബെഞ്ചും തകർക്കാൻ ആഞ്ഞടിക്കുന്നു. രാമേട്ടൻ നിസ്സഹായനായി നിലവിളിച്ചു. ചുറ്റും കൂടിയ നാട്ടുകാർ ഭയന്ന് പെരുമാറി. പോലീസിന്റെ അനീതിക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. കടയുടെ ഒരു മൂലയിൽ ലളിതമായ ചുരിദാർ ധരിച്ച ഒരു പെൺകുട്ടിയും അവളുടെ അനിയത്തിയും ശാന്തരായി ചായ കുടിക്കുന്നുണ്ടായിരുന്നു. നന്ദിനി മേനോൻ. അവരുടെ കണ്ണുകളിൽ ഭയമായിരുന്നില്ല, മറിച്ച് അനീതിക്കെതിരെയുള്ള ജ്വാലയായിരുന്നു. പോലീസുകാർ ബെഞ്ച് തല്ലി തകർക്കാൻ തുനിഞ്ഞതും നന്ദിനിയുടെ ഉറച്ച ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങി. നിർത്തൂ! എല്ലാവരും തിരിഞ്ഞു നോക്കി. ശാന്തമായ നടപ്പോടെ നന്ദിനി മുന്നോട്ട് വന്നു. ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ പാവപ്പെട്ട മനുഷ്യരിൽ നിന്നും പണം ചോദിക്കുന്നത്? ഇതിന് കൃത്യമായ രസീതോ സർക്കാരിന്റെ ഉത്തരവോ ഉണ്ടോ? ഔദ്യോഗിക വസ്ത്രമിട്ട് പാവപ്പെട്ടവരെ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? നന്ദിനിയുടെ മൂർച്ചയുള്ള ചോദ്യങ്ങൾ കേട്ട SI വിക്രം ഒരു നിമിഷം സ്തബ്ധനായി. തുടർന്ന് അവൻ അട്ടഹസിച്ചു. ആരാടി നീ? പോലീസിനെ നിയമം പഠിപ്പിക്കാൻ വരുന്നു? പെണ്ണാണെന്ന് നോക്കില്ല, അകത്തിട ഞാൻ. നിയമം പാവപ്പെട്ടവനെ സംരക്ഷിക്കാനുള്ളതാണ്, അല്ലാതെ യൂണിഫോമിന്റെ മറവിൽ ഗുണ്ടായിസം കാണിക്കാനല്ല. നന്ദിനി ഭയമില്ലാതെ വിക്രമിന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. ചായക്കടയുടെ മുന്നിൽ താളം കെട്ടി നിന്ന നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് വിക്രമിന്റെ അട്ടഹാസം ഉയർന്നു കേട്ടു. ഒരു സാധാരണ പെൺകുട്ടി, അതും നാട്ടുകാരുടെ മുഴുവൻ മുന്നിൽ വെച്ച് അധാർമികമായ ചോദ്യം ചെയ്യലിനെ എതിർത്തത് വിക്രമിന്റെ പണയപ്പെട്ട അഭിമാനത്തിന് ഏറ്റ കനത്ത പ്രഹരമായിരുന്നു. അവന്റെ കൺതടങ്ങൾ ചോര പോലെ ചുവന്നു തൊടുത്തു. വിറയ്ക്കുന്ന വിരലുകളോടെ അവൻ തന്റെ കയ്യിലിരുന്ന ലാത്തി മേശപ്പുറത്ത് ആഞ്ഞടിച്ചു. എന്താടി പറഞ്ഞത്? നിയമമോ? ഈ നാടിന്റെ നിയമവും നീതിയും ഞാൻ തീരുമാനിക്കുന്നതാണ്. വിക്രം സിരകളിൽ ചോര തിളയ്ക്കുന്ന അഹങ്കാരത്തോടെ അലറി. പോലീസിനോട് എതിർത്ത് സംസാരിക്കാൻ നിനക്ക് എത്ര ധൈര്യമുണ്ടടി? നിന്റെയൊക്കെ അഹങ്കാരം ഞാൻ ഇല്ലാതാക്കി തരാം. രാമേട്ടൻ ഭയന്ന് വിറച്ച് വിക്രമിന്റെ കാൽക്കൽ വീണ് യാചിച്ചു. സാറേ, കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യല്ല സാറേ. അവർ അറിയാതെ പറഞ്ഞു പോയതാണ്. എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. എന്നാൽ അന്ധമായ അധികാരമോഹവും കോപവും തലയ്ക്ക് പിടിച്ച വിക്രം രാമേട്ടനെ ക്രൂരമായി തള്ളിമാറ്റി. ചുറ്റും നിന്ന നാട്ടുകാരുടെ മുഖങ്ങളിൽ ഭയവും നെടുവീർപ്പും നിറഞ്ഞു. എങ്കിലും വിക്രമിന്റെ ഭീഷണിക്ക് മുന്നിൽ നന്ദിനിയുടെ മുഖത്ത് ലളിതമായ ഒരു പുഞ്ചിരിയല്ലാതെ യാതൊരു ഭയത്തിന്റെ ലക്ഷണവും കണ്ടില്ല. വിക്രം തന്റെ കൂടെയുള്ള കോൺസ്റ്റബിളിന് നേരെ തിരിഞ്ഞു. വികൃതമായ ഒരു ചിരിയോടെ ഉത്തരവിട്ടു. ഡാ കേശവ, ഒരു വ്യാജക്കഥ തയ്യാറാക്കടാ. ഇവളും ഇവരുടെ കൂടെയുള്ളവളും വഴിപോക്കന്റെ വഴി തടഞ്ഞു നിർത്തി സ്വർണമാല കവരാൻ ശ്രമിച്ചു. ചോദ്യം ചെയ്ത പോലീസുകാരെ ആക്രമിച്ചു. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി. ഈ 2 ശക്തമായ കേസുകൾ ഇവരുടെ പേരിൽ ചാർജ് ചെയ്യും. ജീവിതകാലം മുഴുവൻ ജയിലിന്റെ അഴിക്കുള്ളിൽ കിടന്ന് കണ്ണീരൊടുക്കട്ടെ. ഈ ക്രൂരമായ ചതി കേട്ട് അനിയത്തി ഭയന്ന് വിറച്ച് കരയാൻ തുടങ്ങി. അവൾ നന്ദിനിയുടെ ഷാലിൽ മുറുക്കെ പിടിച്ചു. ചേച്ചി, ചേച്ചി, നമ്മളെ കേസിൽ കൊടുക്കുമോ? എനിക്ക് പേടിയാവുന്നു ചേച്ചി എന്ന് വിറയ്ക്കുന്ന ശബ്ദത്തിൽ മന്ത്രിച്ചു. നന്ദിനി അവരുടെ വിറയ്ക്കുന്ന കൈകൾ തന്റെ കൈകളോട് ചേർത്ത് പിടിച്ച് അനിയത്തിയുടെ കണ്ണുകളിലേക്ക് നോക്കി ശാന്തമായി പറഞ്ഞു. പേടിക്കരുത്. സത്യത്തിന്റെ കൂടെ നിലനിൽക്കുമ്പോൾ നാം ഭയപ്പെടേണ്ടതില്ല. അധികാരത്തിന്റെ അഹങ്കാരം ഒരു നിമിഷത്തേക്ക് ജയിച്ചതായി തോന്നാം, പക്ഷേ അവസാനത്തെ വിജയം നീതിയുടേതായിരിക്കും. നീ ഭയക്കാതെ കണ്ടു നിൽക്കൂ. ഇനി നടക്കാൻ പോകുന്ന മാറ്റങ്ങൾ. പോലീസുകാർ ബലമായി നന്ദിനിയെയും അനിയത്തിയെയും പിടിച്ചു തള്ളി ജീപ്പിലേക്ക് കയറ്റി. ജീപ്പിന്റെ സൈറൺ മുഴങ്ങുകയും പൊടിപടലങ്ങൾ ഉയർത്തി അത് ദേവികുളം പോലീസ് സ്റ്റേഷനിലേക്ക് കുതിച്ചു പായുകയും ചെയ്യുമ്പോൾ ജീപ്പിന്റെ റിയർവ്യൂ മിററിലൂടെ നന്ദിനി വിക്രമിന്റെ കണ്ണുകളിലേക്ക് ഒരു മഞ്ഞുതുള്ളിയുടെ തണുപ്പോടെ, എന്നാൽ അഗ്നിജാലയുടെ വീര്യത്തോടെ നോക്കുകയായിരുന്നു. പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ വിക്രം കൂടുതൽ അക്രമകാരിയായി. മേശപ്പുറത്ത് കൈയടിച്ച് അവൻ ഭീഷണിപ്പെടുത്തി. ഡി, നിന്റെ ജീവിതം ഞാൻ അഴിക്കുള്ളിലാക്കും. ഇനി മേലിൽ പോലീസിന്റെ മുന്നിൽ തലപൊക്കില്ല നീ. നന്ദിനി ഒരു പുഞ്ചിരിയോടെ വളരെ ശാന്തമായി പറഞ്ഞു. മിസ്റ്റർ വിക്രം, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെയും പോലീസ് ആക്ടിലെയും വകുപ്പുകൾ അനുസരിച്ച് ഒരു പൗരനെ വ്യാജക്കേസിൽ കൊടുക്കുകയും FIR തിരുത്തുന്നതും 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. നിർബന്ധിത പിരിവ് അഥവാ എക്സ്ട്രോഷൻ ഗുരുതരമായ അഴിമതിയുമാണ്. എടി, എന്നെ നിയമം പഠിപ്പിക്കാൻ താനാരാ? വിക്രം ദേഷ്യത്തോടെ ആക്രോശിച്ചു. നന്ദിനി തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ഐഡന്റിറ്റി കാർഡ് എടുത്ത് മേശപ്പുറത്തേക്ക് വെച്ചു. തല ഉയർത്തി ഗാംഭീര്യത്തോടെ പറഞ്ഞു. എന്റെ പേര് നന്ദിനി മേനോൻ. ദേവികുളം ജില്ലയിലെ പുതിയ ജില്ലാ പോലീസ് മേധാവിയാണ്. SP IPS. ആ വാക്കുകൾ കേട്ടതും സ്റ്റേഷനിലെ അന്തരീക്ഷം മുറഞ്ഞുപോയി.
വിക്രമിന്റെ കയ്യിലിരുന്ന ലാത്തി നിലത്ത് വീണു. പോലീസുകാരുടെ മുഖത്തെ ചോര പറ്റി. അപ്പോഴേക്കും സ്റ്റേഷന് മുന്നിൽ സൈറൻ മുഴക്കിക്കൊണ്ട് ഡിവൈഎസ്പിയുടെയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുടെയും വാഹനങ്ങൾ വന്നു നിന്നു. സ്റ്റേഷനിലേക്ക് ഓടിയെത്തിയ ഉന്നത ഉദ്യോഗസ്ഥർ നന്ദിനിയെ കണ്ട് അറ്റൻഷനായി നിന്ന് സല്യൂട്ട് അടിച്ചു. മാഡം, വെൽക്കം ടു ദേവികുളം. വിക്രം ഭയം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. അവന്റെ കാലുകൾ നിലത്തുറച്ചില്ല. നന്ദിനി ഗൗരവത്തിൽ പറഞ്ഞു. ചുമതല ഏൽക്കുന്നതിന് മുൻപ് എന്റെ ജില്ലയിലെ ജനങ്ങളോട് പോലീസ് എങ്ങനെ പെരുമാറുന്നു എന്നറിയാൻ ഒരു സാധാരണക്കാരിയായി ഞാൻ ഇറങ്ങി തിരിച്ചതാണ്. പക്ഷേ ഞാൻ കണ്ടത് നാടിനെ കാവലാകേണ്ടവർ തന്നെ ഭീകരമായി മാറുന്ന കാഴ്ചയാണ്. നന്ദിനി ഡിവൈഎസ്പിയെ നോക്കി ഉത്തരവിട്ടു. SI വിക്രമിനെയും കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയും ഉടനടി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക. പാവപ്പെട്ട കടക്കാരിൽ നിന്ന് അനധികൃതമായി പണം തട്ടിയതിന് ഇവർക്കെതിരെ വകുപ്പ് തല അന്വേഷണവും ക്രിമിനൽ കേസും എടുക്കുക. ഇന്ന് തന്നെ റിപ്പോർട്ട് എന്റെ ടേബിളിൽ ഉണ്ടായിരിക്കണം. യെസ് മാഡം, ഡിവൈഎസ്പി ഉച്ചത്തിൽ മറുപടി പറഞ്ഞു. പോലീസ് ജീപ്പിൽ കയറുന്നതിന് മുൻപ് നന്ദിനി വിക്രമിന്റെ അടുത്തേക്ക് ചെന്നു. ഓർക്കുക വിക്രം, നിങ്ങളുടെ തോക്കിലെ വെടിയുണ്ടേക്കാളും നിങ്ങളുടെ കയ്യിലെ ലാത്തിയേക്കാളും ശക്തി ഈ നാടിന് നീതിക്കുണ്ട്. യൂണിഫോമും അധികാരവും പാവപ്പെട്ടവരെ അടിച്ചമർത്താനല്ല, അവർക്ക് തണലാകാനാണ്. അധികാരത്തിന്റെ അഹങ്കാരം തകർന്നടിഞ്ഞ വിക്രം തലതാഴ്ത്തി നിന്നു. നീതിയുടെ പുതിയൊരു പുലരിയിലേക്ക് ദേവികുളത്തിന്റെ പുതിയ SP നന്ദിനി മേനോൻ നടന്നു നീങ്ങി. അധികാരവും സ്ഥാനമാനങ്ങളും സാധാരണക്കാരെ അടിച്ചമർത്താനുള്ള ആയുധങ്ങളല്ല, മറിച്ച് നീതി നടപ്പാക്കാനും എളിയവരെ സംരക്ഷിക്കാനുമുള്ള ഉത്തരവാദിത്തങ്ങളാണ്. അനീതി എവിടെ കണ്ടാലും ഭയമില്ലാതെ ചോദ്യം ചെയ്യാനുള്ള ആർജവമാണ് ഓരോ പൗരന്റെയും